ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 30 വാമനാവതാരം. ശ്ലോകം 1. മഹാബലിയുടെ ദിഗ്വിജയം ഈ 1-ാം പദ്യത്തിൽ വിവരിക്കുന്നു. ശക്രേണ സംയതി ഹതോ ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു ക്രതുവർദ്ധിദോഷ്മാം വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീതാ. പദം പിരിക്കാം. ശക്രേണ സംയതി ഹതഃ അഭി ബലിഃ മഹാത്മാ ശുക്രേണ ജീവിത തനുഃ ക്രതു വർദ്ധിത ഊക്ഷ്മാ വിക്രാന്തിമാൻ ഭയനീലിന സുരാം ത്രിലോകീം ചക്രേ വശേ സഹ തവ ചക്രമുഖാത് അഭീതഃ. സംയതി ശക്രേണ ഹതഃ അഭി. മുമ്പ് അമൃതമഥനം കഴിഞ്ഞുണ്ടായ യുദ്ധത്തിൽ ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടവനായിട്ടും ശുക്രേണ ജീവിതതനുഃ മഹാത്മാ സഹ ബലി. ശുക്രമഹർഷി ജീവൻ കൊടുത്ത ദേഹത്തോടു കൂടിയ മഹാത്മാവായ ആ ബലി ക്രതു വർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ. യാഗം ചെയ്ത് ബലം വർദ്ധിച്ച പരാക്രമശാലിയായിട്ട് തവ ചക്രമുഖാത് അഭീതഃ. നിന്തിരുവടിയുടെ ചക്രത്തിൻ്റെ മുമ്പിലും ഭയമില്ലാത്തവനായി ഭയ നീലിന സുരാം ത്രിലോകീം വശേ ചക്രേ. പേടിച്ചൊളിച്ചു പോയ ദേവന്മാരോട് കൂടിയ 3 ലോകവും തൻ്റെ വശത്താക്കി. ഇന്ദ്രൻ ബലിയെ യുദ്ധത്തിൽ കൊന്നുവെങ്കിലും ശുക്രനാൽ ജീവിപ്പിക്കപ്പെട്ട മഹാബലി വിശ്വജിത്ത് എന്ന് പറയുന്ന യാഗം കൊണ്ട് ശക്തി വർദ്ധിപ്പിച്ച് പരാക്രമശാലിയായി തീർന്നു. പ്രഹ്ലാദ വംശനായതുകൊണ്ട് അങ്ങയുടെ ചക്രത്തെ ഭയപ്പെടാതെ യുദ്ധത്തിൽ ദേവന്മാർ തോറ്റ് ഒളിച്ചപ്പോൾ 3 ലോകത്തെയും കൈവശപ്പെടുത്തി. മൃതസഞ്ജീവിനി ശുക്രമഹർഷിയുടെ കണ്ടുപിടുത്തമായിരുന്നു. പക്ഷെ അദ്ദേഹം അസുരഗുരുവായതിനാൽ അതുകൊണ്ടുള്ള ഗുണം അസുരന്മാർക്കായിപ്പോയി. ഇന്ദ്രൻ മഹാബലിയെ യുദ്ധത്തിൽ പ്രാണാപഹരണം ചെയ്തു. ശുക്രാചാര്യൻ പുനർജീവിപ്പിച്ച ബലിയെ കൊണ്ട് വിശ്വജിത്ത് എന്നു പേരായ യാഗം കഴിപ്പിച്ചു. അതിനാൽ ബലി സ്വർഗം പിടിച്ചെടുത്തു. ദേവന്മാർക്ക് സ്വർഗം വിട്ടു പോകേണ്ടി വന്നു. അനന്തരം 100 അശ്വമേധം അനുഷ്ഠിച്ചതിൻ്റെ മഹിമ നിമിത്തം 3 ലോകങ്ങളിലും പ്രസിദ്ധിയായിരിക്കുന്ന 3 ലോകങ്ങളെയും അടക്കി വാണിരുന്ന മഹാബലി ചന്ദ്രനെ പോലെ ജ്വലിച്ചു. ഇത്രയും സാധിച്ചതിനാൽ കൃതാർത്ഥൻ എന്നതുപോലെ വിചാരിക്കുന്ന മനസ്സോടുകൂടിയ മഹാബലി ഭഗവാന്റെ ചക്രത്തെ കൂടെ ഭയപ്പെടാതെ അഹങ്കാരിയായി തന്നെ ജീവിച്ചു പോന്നു. 3 ലോകങ്ങളെയും കൈയടക്കി എല്ലാം തൻ്റേതാണെന്ന വിചാരത്താൽ അഹങ്കാരിയായി തീർന്നു. ശക്രേണ സംയതി ഹതോ ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനു ക്രതുവർദ്ധിദോഷ്മാം വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീതാ. ശ്ലോകം 2. പുത്രാർത്തിദർശനവശാദതിർവിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാ ദ്വാദശാഹമജരത്വയി ഭക്തിപൂർണാം. പദം പിരിക്കാം. പുത്ര ആർത്തി ദർശന വശാദ് അതിഥിഃ വിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത് പൂജനം തദ് ഉദിതം ഹി പയോവൃത ആഖ്യം സാ ദ്വാദശാഹം അചരത് ത്വയി
ഭക്തിപൂർണ. അതിഥി പുത്രാർത്ഥിദർശന വശാത് വിഷണ്ണ. ദേവമാതാവായ അതിഥി പുത്രന്മാരുടെ കഷ്ടത കണ്ട് ദുഃഖിക്കുന്നവളായി. നിജപതി തം കാശ്യപം ശരണം പ്രപന്ന. തൻ്റെ ഭർത്താവായ ആ കാശ്യപ മഹർഷിയെ ശരണം പ്രാപിച്ചു. തദുദിതം പയോവൃതാഖ്യം ഹി ത്വത്പൂജനം. അദ്ദേഹം ഉപദേശിച്ച പ്രസിദ്ധിയുള്ള പയോവൃദ്ധമെന്ന പേരായ നിന്തിരുവടിയുടെ ആരാധനം, അതായത് ഭജനം. സാ ത്വയി ഭക്തിപൂർണ ദ്വാദശാഹം അചരത്. അവൾ തികഞ്ഞ ഭക്തിയോടുകൂടി മുടങ്ങാതെ 12 ദിവസം ആചരിച്ചു പോന്നു. ഈ പയോവൃതം ഉത്തമ സന്താനലബ്ധിക്ക് വിശേഷപ്പെട്ടതാണെന്ന് പുരാണ പ്രസിദ്ധിയുണ്ട്. മകൻ്റെ, അതായത് ഇന്ദ്രൻ്റെ സങ്കടം കണ്ട് ഏറ്റവും വിഷണ്ണയായ അതിഥി തൻ്റെ ഭർത്താവായ കശ്യപനെ ശരണം പ്രാപിച്ചു. അദ്ദേഹം ഉപദേശിച്ച പ്രകാരം പയോവൃദ്ധമെന്നു പേരായ നിന്തിരുവടിയുടെ പൂജയെ അവൾ പൂർണ്ണ ഭക്തിയോടുകൂടി 12 ദിവസം അനുഷ്ഠിക്കുകയും ചെയ്തു. ശ്രീമദ് ഭാഗവതം 8-ാം സ്കന്ധം 16-ാം അധ്യായത്തിൽ ഈ വ്രതത്തെക്കുറിച്ച് നന്നായിട്ട് വിസ്തരിച്ച് പറയുന്നുണ്ട്. തൻ്റെ പുത്രന്മാരായ ദേവന്മാർകളെ കാണാതാവുകയും സ്വർഗലോകത്തെ അസുരന്മാർ അടക്കി വയ്ക്കുകയും ചെയ്തപ്പോൾ ദേവന്മാരുടെ അമ്മയായ അതിഥി ദേവി നാഥനില്ലാത്തവളെ പോലെ ദുഃഖിച്ചു. തൻ്റെ ഭർത്താവായ കശ്യപനെ സമീപിച്ച്, ശത്രുക്കൾ നമ്മുടെ സ്വത്തുക്കളെയും ഐശ്വര്യത്തെയും അപഹരിച്ചിരിക്കുന്നു. മഹാവിഷ്ണുവിനെ നിരന്തരം ഭജിക്കുന്ന അങ്ങ് എൻ്റെ ശ്രേയസ്സിനെ തിരിച്ചു നൽകി ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾക്ക് ഉപദേശം നൽകി മംഗളത്തെ സാധിപ്പിച്ചു തരണം. കശ്യപ മഹർഷി പറഞ്ഞു, ഭഗവാനായ ശ്രീവിഷ്ണുവിൻ്റെ മായാബലം വലുതു തന്നെ. സകല പ്രാണിവർഗങ്ങളെയും ആ മായാ സ്നേഹപാശത്താൽ ബന്ധിച്ചിരിക്കുന്നുവല്ലോ. അഭിഷ്ടലാഭത്തിനായി ഭഗവാനെ സേവിച്ചു കൊള്ളുക. ലൗകിക ഭോഗങ്ങളെ മാത്രമല്ല, മായാവിമോഹങ്ങളെ നശിപ്പിക്കുന്ന മോക്ഷത്തെയും നൽകും. അഹങ്കാരമില്ലാതെ ശരണം പ്രാപിക്കുന്നവരുടെ ക്ലേശങ്ങളെ ഹരിക്കുകയും അവരിൽ കരുണ പ്രകാശിപ്പിക്കുകയും ചെയ്യും. ആ ഭഗവാനിലുള്ള പരമപ്രേമ ലക്ഷണമായ ഭക്തി ഒന്ന് മാത്രമാണ് നിഷ്ഫലമാകാതിരിക്കുന്നത്. ശ്രീഹരിയെ സന്തോഷിപ്പിക്കുവാൻ ഉപകരിക്കുന്ന പയോവൃതം എന്ന വ്രതാനുഷ്ഠാനം കൊണ്ട് സത്സന്താനങ്ങൾ ഉണ്ടാകും. അതിനെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുവാനും സമർത്ഥനായ ഒരു പുത്രൻ നിനക്ക് ജനിക്കുകയും ചെയ്യും. പുത്രാർത്തിദർശനവശാദതിർവിഷണ്ണ തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന. ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാ ദ്വാദശാഹമചരത്വയി ഭക്തിപൂർണ. ശ്ലോകം 3. പയോവ്രതം കഴിഞ്ഞപ്പോൾ ഭഗവാൻ അതിഥിക്ക് മുമ്പിൽ പ്രത്യക്ഷനായി. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യ ശ്യാമശ്ചതുർഭുജവപുഃ സ്വയമാവിരാസി. നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി. പദം പിരിക്കാം. തസ്യ അവധൗ ത്വയി നിലീന മദേഹ അമുഷ്യാഃ ശ്യാമഃ ചതുർഭുജ വപുഃ സ്വയം ആവിരാസീഃ നമ്രാം ച താം ഇഹ ഭവത്തനയഃ ഭവേയം ഗോപ്യം മദ് ഈക്ഷണം ഇതി പ്രലപൻ അയാസീഹി. തസ്യ അവധൗ ത്വയി നിലീനമദേഹ അമുഷ്യാഃ പുരഃ. വ്രതം അവസാനിക്കുമ്പോൾ അങ്ങയിൽ മുഴുകിയ മനസ്സോടുകൂടിയ ഇവളുടെ മുമ്പിൽ ശ്യാമഃ ചതുർഭുജവപുഃ ത്വം സ്വയം ആവിരാസീഹി. ശ്യാമളവർണ്ണനും ചതുർബാഹുവുമായി അവിടുന്ന് സ്വയം പ്രത്യക്ഷനായി. ഇഹ നമ്രാം
താം ച ഈ സമയം തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച അവളോട് അഹം ഭവത്തനയഃ ഭവേയം മദീക്ഷണം ഗോപ്യം ഞാൻ ഭവതിയുടെ പുത്രനായി അവതരിക്കുന്നുണ്ട്. ഈ എൻ്റെ ദർശനം ആരും അറിയരുത്. ഇതി പ്രലഭൻ അയാസീഹി എന്ന് അരുളി ചെയ്തിട്ട് മറയുകയും ചെയ്തു. വ്രതത്തിൻ്റെ അവസാനത്തിൽ നിന്തിരുവടിയിൽ ലയിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയ ഇവളുടെ മുമ്പിൽ ശ്യാമവർണ്ണത്തോടും 4 തൃക്കൈകളോടും നിന്തിരുവടി പ്രത്യക്ഷനായി ഭക്തിപൂർവം നമസ്കരിച്ച അവളോട് ഞാൻ യുവതിയുടെ പുത്രനായി ജനിക്കും, എന്നെ കണ്ടതായി വെളിക്ക് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടും മറഞ്ഞു. അതിഥി പൂർണ്ണ ഭക്തിയോടുകൂടി തന്നെ 12 ദിവസം വ്രതം ആചരിച്ചു. വ്രതത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ പ്രത്യക്ഷനായി അതിഥിയെ അനുഗ്രഹിച്ചു. കാരണം സർവപ്രാണിവർഗത്തിലും ആത്മാവായി വിളങ്ങുന്ന ഭഗവാനായ ശ്രീ വാസുദേവനിൽ ഏകാഗ്രബുദ്ധിയോടുകൂടി മനസ്സിനെ ഉറപ്പിച്ചിട്ട് പയോവ്രതം അനുഷ്ഠിച്ചു. സർവ ഐശ്വര്യപൂർണനായ ഭഗവാൻ ആദിപുരുഷൻ മഞ്ഞ പട്ടുമുടുത്ത് ശംഖ് ഗദാ ചക്രപത്മങ്ങളാകുന്ന സ്വചിഹ്നങ്ങളെ 4 തൃക്കൈകളിൽ ധരിച്ചുകൊണ്ട് അതിഥി ദേവിയുടെ മുമ്പാകെ പ്രത്യക്ഷനായി. ഭഗവാനെ കണ്ടതിൽ പരമ സന്തോഷത്താൽ ആ ദേവമാതാവ് ആദരവോടുകൂടി ഭൂമിയിൽ ഭഗവാന്റെ മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്തു. ഭഗവാൻ ദേവമാതാവിനോട് അരുളി ചെയ്തു, ഭവതിയുടെ പയോവ്രതാനുഷ്ഠാനത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. ഭവതിയുടെ ആഗ്രഹം സാധിപ്പിക്കുവാൻ മതിയായ മാർഗം ആലോചിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ എനിക്കായി സമർപ്പിക്കുന്ന പൂജ സാധകൻ്റെ ആഗ്രഹം സാധിപ്പിക്കുവാനുള്ള മാർഗമായതിനാൽ അതിനെ വ്യർത്ഥമാക്കുവാൻ പാടുള്ളതല്ല. ഞാൻ കശ്യപൻ്റെ തപസ്സിൽ ജനിക്കുന്ന തേജസ്സിൽ അധിവസിച്ചുകൊണ്ട് എൻ്റെ അംശത്തിൽ നിന്റെ പുത്രഭാവത്തെ പ്രാപിക്കും. എന്നിട്ട് നിന്റെ പുത്രന്മാരെ വേണ്ടതുപോലെ രക്ഷിച്ചു കൊള്ളാം. എന്നെ കണ്ട വിവരം ആരോടും പറയരുത്. എന്തുകൊണ്ടെന്നാൽ ദേവകാര്യങ്ങൾ സകലതും ഏറ്റവും മറച്ചു വെച്ചുകൊണ്ട് തന്നെ സാധിക്കണം. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യ ശ്യാമശ്ചതുർഭുജവപുഃ സ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലഭന്നയാസി. ശ്ലോകം 4. ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്രാ പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. പദം പിരിക്കാം. ത്വം കാശ്യപേ തപസി സന്നിധതത് തദാനീം പ്രാപ്തഃ അസി ഗർഭം അതിഥേഃ പ്രണുതഃ വിധാത്രാ പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. തദാനീം ത്വം കാശ്യപേ തപസി സന്നിധതത് അതിഥേഃ ഗർഭം പ്രാപ്തഃ അസി. തദാനീം അനന്തരം ത്വം നിന്തിരുവടി കാശ്യപേ തപസി സന്നിധതത് തപോനിഷ്ഠനായ കശ്യപൻ്റെ വീര്യത്തിൽ സന്നിധാനം ചെയ്തിട്ട് അതിഥേഃ ഗർഭം പ്രാപ്തഃ അസി അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. വിധാത്ര ബ്രഹ്മാവ് പ്രണുതഃ അതറിഞ്ഞിട്ട് അങ്ങയെ പ്രകീർത്തിച്ചു. പ്രകട വൈഷ്ണവ ദിവ്യരൂപം ഭവന്തം ദിവ്യമായ വൈഷ്ണവരൂപം വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന നിന്തിരുവടിയെ ദ്വാദശി ശ്രവണ പുണ്യദിനെ സാ പ്രാസൂത ച ദ്വാദശിയും തിരുവോണവും കൂടിയ പുണ്യദിനത്തിൽ അതിഥി പ്രസവിക്കുകയും ചെയ്തു. പിന്നെ നിന്തിരുവടി ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടു. തപോനിഷ്ഠയോട് കൂടിയ കശ്യപനിൽ പ്രവേശിച്ച് അതിഥിയുടെ ഗർഭത്തെ പ്രാപിച്ചു.
അവൾ തിരുവോണവും ദ്വാദശിയും കൂടിയ പുണ്യദിനത്തിൽ ശംഖ്, ചക്രങ്ങൾ, പീതാംബരം, വനമാല മുതലായ സ്പഷ്ടമായ വിഷ്ണു ചിഹ്നങ്ങളോട് കൂടിയ നീന്തിരുവടിയെ പ്രസവിക്കുകയും ചെയ്തു. കാശ്യപ മഹർഷിയും മനസ്സിനെ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ചു. തപസ്സിൻ്റെ പ്രഭാവത്താൽ തൻ്റെ തേജസ് വർദ്ധിച്ച് ആ വീര്യത്തെ അതിഥിയിൽ ആദാനം ചെയ്തു. അതിഥിയുടെ ഗർഭത്തിൽ വസിക്കുന്നത് നിത്യാനന്ദ സ്വരൂപനായ ഭഗവാനാണെന്നറിഞ്ഞ് ബ്രഹ്മദേവൻ ഭഗവാന്റെ അസാധാരണ ഗുണങ്ങളെ വെളിപ്പെടുത്തുന്ന നാമധേയങ്ങൾ കൊണ്ട് സാദരം സ്തുതിച്ചു. ഭാഗവതം 8-ാം സ്കന്ധം 17-ാം അധ്യായത്തിൽ 25 മുതൽ ആ അധ്യായം അവസാനിക്കുന്നതുവരെ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നത് വിവരിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട കർമ്മങ്ങളോടും പ്രഭാവത്തോടും കൂടിയ ജനന മരണാദിവിഹീതനായ ഭഗവാൻ ശംഖ്, ഗദ, താമരപ്പൂ, ചക്രം എന്ന 4 ആയുധങ്ങളാൽ അലങ്കരിക്കപ്പെട്ട 4 കൈകളോടും താമരദളം പോലെ നീങ്ങിയിരിക്കുന്ന നേത്രങ്ങളോടും കൂടിയും പീതാംബരധാരിയുമായി അതിഥിയിൽ അവതരിച്ചു. ഭഗവാന്റെ ശരീരവർണ്ണം നിർമ്മലമായ ശ്യാമളം, മകരകുണ്ടലകാന്തിയാൽ അധികം ശോഭിക്കുന്ന മുഖാരവിന്ദം, മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുക്, കൈകളിൽ വലയങ്ങളും തോൾവളകളും, ശിരസിൽ തേജോമയമായ കിരീടം, അരയിൽ അരഞ്ഞാൻ, കാലുകളിൽ മനോഹരമായ ചിലമ്പുകൾ എന്നീ ആഭരണങ്ങൾ അതത് അവയവങ്ങളിൽ വിളങ്ങുന്ന ഭഗവാന്റെ രൂപത്തെ ഈ വിധം ധ്യാനിക്കുന്നത് വളരെ ഉത്തമമാണ്. ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്രാ പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. ശ്ലോകം 5. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർ ഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേദിനുദ പിതൃഭ്യാം ത്വം തൽക്ഷണേ പടുതമം വടുരൂപമാധ. പദം പിരിക്കാം. പുണ്യ ആശ്രമം തം അഭിവർഷതി പുഷ്പ വർഷൈഃ ഹർഷ ആകുലേ സുരകുലേ കൃത തൂര്യ ഘോഷേ ബദ്ധ്വാ അഞ്ജലിം ജയ ജയ ഇതി നുദഃ പിതൃഭ്യാം ത്വം തത് ക്ഷണേ പടുതമം വടുരൂപം അദാഹ. സുരകുലേ ഹർഷാകുലേ കൃതതൂര്യാഘോഷേ ദേവഗണങ്ങൾ സന്തോഷപരവശരായി പെരുമ്പറ മുഴക്കിക്കൊണ്ട് പുഷ്പവർഷേഹി തം പുണ്യാശ്രമം അഭിവർഷതി. ആ പുണ്യാശ്രമത്തിലെങ്ങും പൂമഴ വർഷിക്കുമ്പോൾ അഞ്ജലിം ബദ്ധ്വാ ജയ ജയ ഇതി പിതൃഭ്യാം നുദഃ ത്വം തൊഴുതുകൊണ്ട് നിൻതിരുവടി ജയിച്ചാലും ജയിച്ചാലും എന്ന് മാതാപിതാക്കൾ സ്തുതിക്കപ്പെട്ട അവിടുന്ന് തക്ഷണേന പടുതമം വടുരൂപം ആദാഹ ഉടനെ തന്നെ സമർത്ഥമായ വടുവേഷം, അതായത് ബ്രഹ്മചാരി വേഷത്തെ കൈക്കൊണ്ടു. ദേവസമൂഹം സന്തോഷ പാരവശ്യത്തോടു കൂടി ആ പുണ്യാശ്രമത്തിൽ പുഷ്പവർഷം ചെയ്യുമ്പോൾ പെരുമ്പറയുടെ ശബ്ദം മുഴക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനമ്മമാർ കൈകൂപ്പിക്കൊണ്ട് നിൻതിരുവടിയെ ജയ ജയ എന്ന് സ്തുതിക്കുകയും നിൻതിരുവടി ഉടനെ തന്നെ സാമർഥ്യമേറിയ ഒരു വടുവിൻ്റെ രൂപത്തെ ധരിക്കുകയും ചെയ്തു. ആ ചിന്ത്യമായ പ്രഭാവത്താൽ ശരീരത്തെ സ്വീകരിച്ച് തൻ്റെ ഗർഭത്തിൽ നിന്നും അവതരിച്ചിരിക്കുന്ന പരമപുരുഷനായ ഭഗവാനെ കണ്ട അതിഥി അത്യധികം സന്തോഷിച്ചു. കശ്യപ പ്രജാപതിയും ആശ്ചര്യയുക്തനായി ഭഗവാൻ ജയിച്ചാലുമെന്ന് പറഞ്ഞ് ആനന്ദത്തിൽ ആറാടി.
മറ്റൊരതിശയം, അവ്യക്തചിത് സ്വരൂപനായ ഭഗവാൻ വിഭൂഷണങ്ങളും ആയുധങ്ങളും കൊണ്ട് ശോഭിക്കുന്ന യാതൊരു രൂപത്തെ ധരിച്ചുവോ വ്യക്തമായ ആ രൂപത്തെ മാതാപിതാക്കന്മാർ നോക്കിക്കൊണ്ടിരിക്കെ അതോടുകൂടി തന്നെ ഹ്രസ്വനായ ബ്രാഹ്മണകുമാരനായി വടുരൂപത്തിൽ ഭവിച്ചു. ഉയരം നന്നേ കുറഞ്ഞിരിക്കുന്ന ആ ബ്രാഹ്മണകുമാരനെ കണ്ടിട്ട് സന്തുഷ്ടരായ മഹർഷികൾ കശ്യപ പ്രജാപതിയെ കൊണ്ട് സംസ്കാര കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർ ഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുദപിതൃഭ്യാം ത്വം തൽക്ഷണേ പടുതമം വടുരൂപമാധ. ശ്ലോകം 6. താവത് പ്രജാപതിമുഖൈരുപനീയമൗഞ്ജീ ദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാനാം ദേദീപ്യമാനവപുരീശകൃതാഗ്നികാര്യ ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. പദം പിരിക്കാം. താവത് പ്രജാപതി മുഖൈഹി ഉപനീയ മൗഞ്ചീ ദണ്ഡ അജിന അക്ഷവലയ ആദിഭിഃ അർച്യമാനഃ ദേദീപ്യമാന വപുഃ ഈശ കൃത അഗ്നികാര്യഃ ത്വം പ്രാസ്ഥിതാഃ ബലിഗ്രഹം പ്രകൃത അശ്വമേധം. ഹേ ഈശ, താവത് പ്രജാപതിമുഖൈഹി ഉപനീയ. അല്ലയോ സർവേശ്വര, അപ്പോൾ കാശ്യപൻ തുടങ്ങിയവരാൽ ഉപനയനം നടത്തിയവനായിട്ട് മൗഞ്ചീ ദണ്ഡാജിനാക്ഷവലയാദിഭി അർച്യമാനഃ ത്വം. മേഖല, ദണ്ഡം, കൃഷ്ണാജിനം, അക്ഷമാല മുതലായവയെ കൊണ്ട് സത്കൃതനായ അവിടുന്ന് ദേദീപ്യമാനവപുഃ കൃതാഗ്നികാര്യഃ പ്രകൃതാശ്വമേധ. ഉജ്ജ്വല തേജസ്വിയായി അഗ്നിപൂജ ചെയ്ത്, അതായത് സമിധാദാനം നിർവഹിച്ച് അശ്വമേധയാഗം നടന്നുകൊണ്ടിരിക്കുന്ന ബലിഗ്രഹം പ്രാസ്ഥിതാഹ, മഹാബലിയുടെ യാഗശാലയിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പോൾ ബ്രഹ്മാവ് മുതലായവർ നിന്തിരുവടിയുടെ ഉപനയനം നടത്തുകയും നിന്തിരുവടിക്ക് ദണ്ഡം, തോൽ, ജപമാല മുതലായവയെ സമ്മാനിക്കുകയും ചെയ്തു. പരമേശ്വരൻ നിന്തിരുവടിക്ക് സമിധാദാനം അനുഷ്ഠിപ്പിച്ചു. ഈ സംസ്കാരങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ബ്രഹ്മ തേജസ്സുകൊണ്ട് ജ്വലിക്കുന്ന ശരീരത്തോടു കൂടി നിന്തിരുവടി അശ്വമേധം ആരംഭിച്ചിട്ടുള്ള മഹാബലിയുടെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. വടുരൂപം ധരിച്ച ഭഗവാന് സൂര്യൻ ഗായത്രി ഉപദേശിച്ചു. ബൃഹസ്പതി യജ്ഞോപവീതവും പിതാവായ കാശ്യപൻ മുഞ്ചമെന്ന പുല്ലുകൊണ്ടുണ്ടാക്കിയ മേഖലയും ഭൂമിദേവി കൃഷ്ണമൃഗത്തോലും ചന്ദ്രൻ ദണ്ഡവും സമ്മാനിച്ചു. കൗബീനം നൽകിയത് മാതാവായ അതിഥിയാണ്. സ്വർഗമാണ് കുട നൽകിയത്. ബ്രഹ്മാവിൽ നിന്നും കമണ്ഡലു ലഭിച്ചു. സപ്തഋഷികൾ കാഴ്ചവെച്ചത് ദർഭപ്പുല്ലുകളായിരുന്നു. ജപമാല സരസ്വതിയും സമ്മാനമായി നൽകി. മേൽപ്പറഞ്ഞ പ്രകാരം ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാരാൽ സത്കരിക്കപ്പെട്ട ലോകോത്തര മാഹാത്മ്യത്താൽ വിളങ്ങുന്ന ഭഗവത് അവതാരമൂർത്തിയായ ആ വാമന ബ്രഹ്മചാരി സ്വതസിദ്ധമായ ബ്രഹ്മ തേജസ്സിനാൽ ശോഭിച്ചു. താവത് പ്രജാപതിമുഖൈരുപനീയമൗഞ്ജീ ദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാനാം ദേദീപ്യമാനവപുരീശകൃതാഗ്നികാര്യ ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. ശ്ലോകം 7. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ്
വ്യാവൃണ്വദേവ ധരണീം ചലയന്നയാസി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേഷ്വിവ സന്നിധാതും. പദം പിരിക്കാം. ഗാത്രേണ ഭാവി മഹിമ ഉചിത ഗൗരവം പ്രാഗ് വ്യാവൃണ്വത ഇവ ധരണീം ചലയ അയാസീഹി ഛത്രം പര ഊക്ഷ്മ തിരണാർത്ഥം ഇവ ആദധാനഃ ദണ്ഡം ച ദാനവ ജനേഷു ഇവ സന്നിധാതും. ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ് വ്യാവൃണ്വത ഇവ. വരാനിരിക്കുന്ന മഹത്വത്തിന് യോജിച്ച ഗൗരവം മുൻകൂട്ടി വെളിവാക്കുമാറുള്ള ഗാത്രേണ ധരണീം ചലയൻ പരോക്ഷ്മധിരണാർത്ഥം ഇവ ഛത്രം. ശരീരത്തിനാൽ ഭൂമിയെ കുലുക്കിക്കൊണ്ട് ശത്രുക്കളുടെ ചൂടിനെ തടുക്കുവാനാണോ എന്ന് തോന്നുമാറ് കുടയും ദാനവജനേഷു സന്നിധാതും ഇവ ദണ്ഡം ച. അസുരന്മാരിൽ പ്രയോഗിപ്പാൻ എന്ന വിധം ദണ്ഡവും ആദധാനഃ ത്വം അയാസീഹി എടുത്ത് നിന്തിരുവടി നടകൊണ്ടു. ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന വലിപ്പത്തിന് തക്ക വിധത്തിലുള്ള ഘനം മുമ്പേ തന്നെ വെളിപ്പെടുത്തുകയാണോ എന്ന് തോന്നത്തക്ക വിധം ഈടുള്ള ശരീരം കൊണ്ട് ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ട് നിന്തിരുവടി എഴുന്നള്ളി ശത്രുക്കളുടെ പ്രതാപച്ചൂടിനെ തടുക്കുന്നതെന്നതുപോലെ ഒരു കുടയും അസുരന്മാരിൽ പ്രയോഗിക്കുന്നതെന്നതുപോലെ ഒരു ദണ്ഡവും നിന്തിരുവടി ധരിച്ചിരുന്നു. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ് വ്യാവൃണ്വദേവ ധരണീം ചലയന്നയാസി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേഷ്വിവ സന്നിധാതും. ശ്ലോകം 8. താം നർമ്മദോത്തരതടേ ഹയമേധശാലാം ആസേദുഷി ത്വയിരുജാതവരുദ്ധനേത്രൈ ഭാസ്വാൻ കിമേഷ ദഹനോനു സനത്കുമാരോ യോഗീനു കോയമിതി ശുക്രമുഖൈ ശശങ്കേ. പദം പിരിക്കാം. താം നർമ്മദ ഉത്തരതടേ ഹയമേധ ശാലാം ആസേദുഷി ത്വയി രുജ തവ ഹൃദ്ദ നേത്രൈഃ ഭാസ്വാൻ കിം ഏഷഃ ദഹനഃ നു സനത്കുമാരഃ യോഗീ നു കഃ അയം ഇതി ശുക്രമുഖൈഃ ശശങ്കേ. ത്വയി നർമ്മദോത്തരതടേ താം ഹയമേധശാലാം ആസേദുഷി. നിന്തിരുവടി നർമ്മദയുടെ വടക്കേ തീരത്തുള്ള ആ അശ്വമേധശാലയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ തവ രുജ രുദ്ധനേത്രൈഃ ശുക്രമുഖൈഃ അവിടുത്തെ തേജസ്സു കൊണ്ട് കണ്ണഞ്ചിപ്പോയ ശുക്രാചാര്യൻ തുടങ്ങിയവർ ഏഷഃ ഭാസ്വാൻ കിം ദഹനഃ നു യോഗി സനത്കുമാരഃ നു അയം കഃ ഇതി ശശങ്കേ. ഇദ്ദേഹമാര് സൂര്യനോ അഗ്നിദേവനോ യോഗിയായ സനത്കുമാരനോ ആരായിരിക്കാം എന്ന് സംശയിച്ചു പോയി. നിന്തിരുവടി നർമ്മദയുടെ വടക്കേ തീരത്തുള്ള മഹാബലിയുടെ ആ അശ്വമേധശാലയിൽ ചെന്നപ്പോൾ നിന്തിരുവടിയുടെ തേജസ് കൊണ്ട് കണ്ണ് മയങ്ങിപ്പോയ ശുക്രൻ മുതലായവർ ഇത് സൂര്യനോ അഗ്നിയോ സനൽകുമാരനോ യോഗിയോ ആരാണെന്ന് ശങ്കിച്ചു പോയി. നർമ്മദാ നദിയുടെ വടക്കേ തീരത്തിൽ ഭൃഗുകച്ചം എന്നു പേരായ ക്ഷേത്രത്തിൽ ഉത്തമയാഗമായ അശ്വമേധത്തെ അനുഷ്ഠിക്കുന്ന ഭൃഗുകുലജാതന്മാരായ ശുക്രാചാര്യൻ മുതലായ ബലിയുടെ ഋത്തുക്കുകൾ അടുത്തു വരുന്ന വാമനമൂർത്തിയെ കണ്ടിട്ട് സമീപത്തുദിച്ചു വരുന്ന സൂര്യനെ എന്ന പോലെ തേജോമയനായി കണ്ടു.
ഭഗവാനായ വാമനമൂർത്തിയുടെ തേജസ്സിനാൽ ഹനിക്കപ്പെട്ട കാന്തിയോടുകൂടിയ ആ ഋത്വിക്കുകളും ശുക്രാചാര്യരും ബലിയും സദസ്സിലുള്ളവരും യാഗം കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സൂര്യനോ അതോ അഗ്നി ഭഗവാനോ അഥവാ സനൽകുമാരനോ വരുന്നത് എന്ന് ശങ്കിച്ചു. താം നർമ്മദോത്തരതടേ ഹയമേധശാലാം ആസേദുഷിത്വയിരുജാതവരുദ്ധനേത്രൈ ഭാസ്വാൻ കിമേഷ ദഹനോനു സനത്കുമാരോ യോഗീനു കോയമിതി ശുക്രമുഖൈശശങ്കേ. ശ്ലോകം 9. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈ ത്വാം രമ്യരൂപമസുരപ്പുളകാവൃതാംഗ ഭക്ത്യാ സമേത്യ സുഹൃതി പരിണിജ്യ പാദൗ തത്തോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം. പദം പിരിക്കാം. ആനീതം ആശു ഭൃഗുഭിഃ മഹസാ അഭിഭൂതൈഃ ത്വാം രമ്യ രൂപം അസുരഃ പുളക ആവൃതാംഗഃ ഭക്ത്യാ സമേത്യ സുഹൃതി പരിണിജ്യ പാദൗ തത് തോയം അന്വധൃത മൂർധനി തീർത്ഥ തീർത്ഥം. മഹസ അഭിഭൂതൈഃ ഭൃഗുഭിഃ ആശു ആനീതം. ഉജ്ജ്വല തേജസ്സിനടിമകളായിപ്പോയ ഭൃഗുക്കൾ ക്ഷണത്തിൽ എതിരേറ്റ് ആനയിച്ച രമ്യരൂപം ത്വാം സുന്ദരാംഗനായ നിന്തിരുവടിയെ സുഹൃദീ അസുരഃ പുളകാവൃതാംഗഃ ഭക്ത്യാ സമേത്യ. പുണ്യശാലിയായ അസുരൻ അതായത് മഹാബലി രോമാഞ്ച കുഞ്ചകനായി ഭക്തിയോടെ അടുത്തു വന്ന് പാദൗ പരിണിജ്യ തീർത്ഥ തീർത്ഥം തത് തോയം മൂർധനി അന്വധൃത. കാൽ കഴുകിച്ച് എല്ലാ തീർത്ഥങ്ങളെയും ശുദ്ധീകരിക്കുവാൻ പോകുന്ന തീർത്ഥമായ ആ വെള്ളം തൻ്റെ ശിരസിൽ ധരിച്ചു. നിൻതിരുവടിയുടെ തേജസ് കൊണ്ട് കാന്തി മങ്ങിയ ശുക്രാചാര്യൻ എഴുന്നേറ്റ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെന്ന സുന്ദരകാരനായ നിൻതിരുവടിയുടെ അടുക്കൽ ഭക്തിയോടുകൂടി രോമാഞ്ചകഞ്ചുകിത ശരീരനായി വന്ന് ആ പുണ്യവാനായ അസുരചക്രവർത്തി തൃക്കാലുകൾ കഴുകി പരമപാവനമായ ആ ജലത്തെ ശിരസിൽ ധരിച്ചു. അങ്ങനെ ശങ്കിച്ചിരുന്ന സമയം വാമനമൂർത്തിയായി അവതരിച്ചിരിക്കുന്ന ആ ഭഗവാൻ ദണ്ഡും ഛത്രവും ജലപൂർണമായ കമണ്ഡലവും ധരിച്ചുകൊണ്ട് അശ്വമേധശാലയിൽ പ്രവേശിച്ചു. ഭഗവാന്റെ ദിവ്യശരീരം യജ്ഞകവാടത്തിൽ പ്രവേശിച്ചതായി കണ്ട് ഭഗവാന്റെ ദിവ്യ തേജസ്സിനാൽ സങ്കുചിത തേജസ്സോടുകൂടിയ ഭൃഗുക്കൾ ശുക്രാചാര്യൻ മുതലായവർ എഴുന്നേറ്റ് ശിക്ഷന്മാരോടും അഗ്നികളോടും കൂടി എതിരേറ്റ് ചെന്ന് സ്വീകരിച്ചു. കാണാൻ യോഗ്യനും മനസ്സിനെ ആനന്ദിപ്പിക്കുന്നവനുമായിരിക്കുന്ന യജമാനനായ ബലി അവനായിക്കൊണ്ട് ആസനത്തെ സമർപ്പിച്ചു. അനന്തരം മഹാബലി സ്വാഗതം എന്ന വചനത്താൽ അഭിനന്ദിച്ച് ഭഗവാന്റെ പാദങ്ങൾ പ്രക്ഷാളനം ചെയ്തു. സർവേശ്വരനെ പ്രത്യക്ഷമായിട്ട് പൂജിച്ചു എന്ന് സാരം. യാതൊരു ഭഗവാന്റെ പാദത്തിൽ നിന്നും ഉദ്ഭവിച്ച ഗംഗയെ ദേവദേവനും കൈലാസവാസിയുമായ ശിരസിൽ ധരിച്ചിരിക്കുന്നുവോ ജനങ്ങളുടെ പാപത്തെ മുഴുവനും നശിപ്പിച്ച് പരമപുണ്യത്തെ ജനിപ്പിക്കുന്ന ആ പാദതീർത്ഥത്തെ ധർമ്മജ്ഞനായ മഹാബലി ശിരസിൽ ധരിച്ചു. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈ ത്വാം രമ്യരൂപമസുരപ്പുളകാവൃതാംഗ ഭക്ത്യാ സമേത്യ സുഹൃതി പരിണിജ്യ പാദൗ തത്തോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം. ശ്ലോകം 10. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോനുതദിദം ദിദിജോഭിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേഥാ. പദം പിരിക്കാം.
പ്രഹ്ലാദ വംശജതയാ ക്രതുഭിः ദ്വിജേഷു വിശ്വാസതയാ നു തദ് ഇദം ദിദിജഃ അഭിലേഭേ യത് തേ പദ അംബു ഗിരിശസ്യ ശിരം അഭിലാള്യ സഹ ത്വം വിഭോ ഗുരുപുരാലയ പാലയേത. യത് പദാംബു, നിൻ തിരുവടിയുടെ യാതൊരു പാദതീർത്ഥം ഗിരിശസ്യ ശിരോഭിലാള്യം, ശ്രീ പരമേശ്വരൻ ശിരസിലേറ്റി ഉപചരിക്കുന്നുവോ, തത് ഇതം, ഈ പാദോദകത്തെ, ദിദിജഃ അഭി, അസുരനായിട്ടും, അയം, ഈ മഹാബലിക്ക്, പ്രഹ്ലാദ വംശജതയാ ക്രതുഭിഹി, പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്നതു മൂലമോ വളരെയധികം യാഗങ്ങൾ അനുഷ്ഠിക്കയാലോ, ദ്വിജേഷു വിശ്വാസതഃ നു ലേഭേ, ബ്രാഹ്മണരിൽ തികഞ്ഞ വിശ്വാസം കൊണ്ടോ ലഭിച്ചു. വിഭോ ഗുരുപുരാലയ, അല്ലയോ വിഭുവായ ഗുരുവായൂരപ്പ, സഹത്വം മാം പാലയേതഃ, അവിടുന്ന് എന്നെ രക്ഷിക്കണേ. ശ്രീ പരമേശ്വരൻ ശിരസിൽ ധരിച്ച് ബഹുമാനിക്കുന്ന നിന്തിരുവടിയുടെ പാദതീർത്ഥത്തെ അസുരനായിരുന്നിട്ടും മഹാബലിക്ക് ലഭിച്ചത് പ്രഹ്ലാദന്റെ വംശത്തിൽ പിറന്നതു മൂലമോ അനവധി യാഗങ്ങൾ ചെയ്ത് സമ്പാദിച്ച പുണ്യം കൊണ്ടോ ബ്രാഹ്മണരിലുള്ള വിശ്വാസം കൊണ്ടോ എന്തുകൊണ്ടെന്ന് എനിക്ക് നിശ്ചയമില്ല. അപ്രകാരമെല്ലാമുള്ള മാഹാത്മ്യത്തോടു കൂടിയ നിന്തിരുവടി, അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. ബലി ഭഗവാനോട് പറയുന്നു, ഹേ ബ്രഹ്മൻ, അങ്ങയുടെ ആഗമനം ഏറ്റവും ശോഭനവും, അങ്ങയ്ക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അരുളിയാലും, ഹേ ഭഗവാൻ, നിന്തിരുവടി ഞങ്ങളുടെ ഗൃഹത്തിൽ ആഗമിച്ചതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ പൂർവപിതാക്കന്മാർ എല്ലാം ഉദ്ധരിക്കപ്പെട്ടു. ഇന്ന് ഞങ്ങളുടെ വംശം പരിശുദ്ധമായി. അങ്ങയുടെ പാദപ്രക്ഷാളനം ചെയ്ത തീർത്ഥം ധരിക്കാൻ ഇടവന്നതുകൊണ്ട് എൻ്റെ പാപം മുഴുവനും തീർന്നു. എൻ്റെ ഭാഗ്യം ആശ്ചര്യം തന്നെ എന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാബലി അസുരനായിരുന്നിട്ടും അത്രയ്ക്ക് സുഹൃതിയായതിനുള്ള ഹേതു ഇവിടെ എടുത്തു കാണിക്കുന്നു. പ്രഹ്ലാദ വംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോനുതദിദം ദിദിജോഭിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേഥ. ഭാഗവതം അഷ്ടമസ്കന്ധം 15, 16, 17, 18 അധ്യായങ്ങളാണ് ഈ ദശകത്തിൽ സംഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീമൻ നാരായണീയ പാരായണം ദശകം 30. ശക്രേണ സംയതി ഹതോപി ബലിർമഹാത്മാ ശുക്രേണ ജീവിതതനുഃ ക്രതുവർദ്ധിതോഷ്മാ വിക്രാന്തിമാൻ ഭയനിലീനസുരാം ത്രിലോകീം ചക്രേ വശേ സതവ ചക്രമുഖാദഭീതാ പുത്രാർത്തിദർശനവശാദദിതിർവിഷണ്ണ തം കാശ്യപം നിജപദിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാ ദ്വാദശാഹമജരത്വയി ഭക്തിപൂർണാം തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യ ശ്യാമശ്ചതുർഭുജവപുഃ സ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്രാ പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർ ഹർഷാകുലേ സുരകുലേ കൃതതൂര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുദ പിതൃഭ്യാം
ത്വം തൽക്ഷണേ പടുതമം വടുരൂപമാഥ താവത് പ്രജാപതിമുഖൈരുപനീയമൗഞ്ചി ദണ്ഡാജിനാക്ഷവലയാദിഭിരർച്യമാനാം ദേദീപ്യമാനവപുരീശകൃതാഗ്നികാര്യ ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം ഗാത്രേണ ഭാവി महिमोचितगौरवं प्राक् व्यावृण्वदेव धरणीं चलयन्नयासि छत्रं परोष्मदिरणार्थमिवादधानो दण्डं च दानवजनेष्विव सन्निधातुं तां नर्मदोत्तरतडे हयमेधशालाम् आसेदुषि त्वयिरुजातवरुद्धनेत्रै भास्वान् किमेष दहनोऽनुसनत्कुमारो योगीनुकोऽयमिति शुक्रमुखैशशङ्गे आनीतमाशु भृगुभिर्महसाभिभूतै त्वां रम्यरूपमसुरपुळगावृताङ्ग ഭക്ത്യാ സമേത്യ സുകൃതി പരിണിജ്യ പാദൗ തത്തോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോനുതദിദം ദിദിജോബിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേഥാ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.